രാജഭരണകാലത്തെ ഒരു കഥയാണ് കൃഷ്ണപുരത്തെ വീരസേന. പഴമക്കാർ പറഞ്ഞുകേട്ട അറിവിൽ നിന്നും കൃഷ്ണപുരത്ത് ഒരു യക്ഷിയുണ്ടായിരുന്നെന്നും അന്നാടിന് അക്കാലത്തവൾ പേടിസ്വപ്നമായിരുന്നെന്നും പറയപ്പെടുന്നു. ഉജ്ജയിനിയിലെ വാസവദത്തയെപ്പോലെ പേരും പ്രശസ്തിയും കൂടി വന്നപ്പോൾ കൃഷ്ണപുരത്തെ വീരസേനയ്ക്ക് പുതിയ അർത്ഥതലങ്ങൾ വന്നു. ഏതൊരാളും എത്ര പ്രശസ്തിയുടെ നെറുകിൽ നിന്നാലും അഹങ്കാരം ആ വ്യക്തിയുടെ ജീവിതത്തെ മത്തുപഠിപ്പിച്ചാൽ ഒരു ഓർമ്മപ്പെടുത്തലിനായി ഒരു ശക്തി പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഇവിടെ വീരസേനയ്ക്കും ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായി. കൊട്ടാരദാസിയുടെ മകളായി പിറന്ന് രാജാവിൻ്റെ തലോടലിലൂടെ പ്രശസ്തിയുടെ നെറുകയിലെത്തുകയും പിന്നീട് ദേശങ്ങൾക്കപ്പുറം അറിയപ്പെട്ട ധനാഢ്യയായ ഒരു അഭിസാരികയായി മാറുകയും ചെയ്ത കൃഷ്ണപുരം ദേശത്തിൻ്റെ പേടിസ്വപ്നമായ യക്ഷിയായി മാറുകയും കാലനിയോഗം പോലെ അവർ കൃഷ്ണപുരം ദേശത്തിൻ്റെ ദേവതയായി മാറുകയും ചെയ്ത കഥയാണ് കൃഷ്ണപുരത്തെ വീരസേന. ഓച്ചിറ, കായംകുളം, കൃഷ്ണപുരം എന്നീ പ്രദേശങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരുന്ന ദുർനടപ്പുകാർക്ക് പേടിസ്വപ്നമായിരുന്ന വീരസേന കൃഷ്ണപുരത്തെ ശീവേലിക്കാവാണ് താവളമാക്കിയത്. വീരസേനയുടെ രംഗപ്രവേശത്തോടെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഓച്ചിറ ദേശത്തു നിന്നും കായംകുളം ദേശത്ത് പോകണമെങ്കിൽ കൃഷ്ണപുരം ദേശം താണ്ടി വേണം. അസമയത്താണെങ്കിൽ വീരസേനയുടെ മുന്നിൽ പെട്ടത് തന്നെ. കുതിരകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ കൃഷ്ണപുരത്തേക്ക് വരികയായിരുന്ന രത്നാകരനെയും നളിനിയെയും അസമയമായതിനാൽ വില്ലുവണ്ടിക്കാരൻ ശീവേലിക്കാവ് എത്തുന്നതിന് മുൻപ് ഇറക്കിവിട്ടു. മുന്നോട്ടു പോയാലുള്ള അപകടത്തെക്കുറിച്ച് വണ്ടിക്കാരന് നല്ല നിശ്ചയമായിരുന്നു. ഭീതി പരത്തുന്ന ചുറ്റുപാടിൽ അവർ പെട്ടു. വണ്ടിക്കാരൻ തിരികെ പോയി. രഹസ്യബന്ധത്തിന് ഇടം തേടി വന്നതായിരുന്നു അവർ. ലക്ഷ്യസ്ഥാനത്തെത്താൻ ശീവേലിക്കാവ് കഴിഞ്ഞു പോകണമായിരുന്നു. വീരസേനയുടെ താവളമാണ് അവിടമെന്ന് അവർക്കറിയില്ലായിരുന്നു. പ്രണയമിഥുനങ്ങളെപ്പോലെ മുന്നോട്ട് നടന്ന അവർ വീരസേനയുടെ കണ്ണിൽപ്പെട്ടു. ദുർമാർഗത്തിൽ നടക്കുന്നവരെ വകവരുത്തുന്നവളായിരുന്നു വീരസേന. തൻ്റെ ഭീഭത്സരൂപം പുറത്തെടുത്ത് പ്രത്യക്ഷപ്പെട്ട വീരസേന അവരുടെ മാർഗം തടഞ്ഞു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും അവൾ വകവരുത്തി. കാവുകളെപ്പറ്റി ഗവേഷണം നടത്തുന്ന ചരിത്രാധ്യാപകനായ വിശ്വനാഥനും കോളേജ് പഠനകാലത്തെ സഹപാഠിയുമായ സുരേന്ദ്ര പിഷാരടിയും ചേർന്ന് ഒരു വയലിലൂടെ നടന്ന് അവർ ഒരു കാവിൻ്റെ അരികിലേക്ക് അവർ എത്തുകയാണ്. ശീവേലിക്കാവെന്നാണ് ആ കാവിൻ്റെ പേര്. ശീവേലിക്കാവിൻ്റെ ഇപ്പോഴത്തെ അവകാശിയാണ് സുരേന്ദ്രൻ. തൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് വിശ്വനാഥൻ ശീവേലിക്കാവിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചറിയാൻ എത്തിയത്. ആൽത്തറയിൽ വന്നിരുന്ന വിശ്വനാഥനോട് സുരേന്ദ്രൻ കാവിൻ്റെയും വീരസേനയുടെയും കഥ പറഞ്ഞു തുടങ്ങി. ചിത്രാങ്കനയിലൂടെയാണ്, അതായത് തൻ്റെ അമ്മ വഴിയാണ് ഈ കാവിൻ്റെ ഉടമസ്ഥത തനിക്ക് ലഭിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അവിടെ പ്രത്യേകമായി കണ്ട കൽവിളക്കിൽ തിരി തെളിയിക്കാറില്ലെന്നും ദേവിക്ക് പ്രിയമുള്ളത് നടന്നാൽ കൽവിളക്ക് താനേ തെളിയുമെന്ന് ആണ് കാരണവർമാർ പറഞ്ഞിട്ടുള്ളതെന്നും തൻ്റെ ഓർമ്മയിൽ അങ്ങനൊരു അത്ഭുതം നടന്നിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രതാപ കാലഘട്ടത്തിലെ കൃഷ്ണപുരം ദേശത്തിൻ്റെ തെരുവിൽ നിന്നാണ് ഇക്കഥ തുടങ്ങുന്നത്. കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ തൽപരനായിരുന്നു കൃഷ്ണപുരത്തെ മഹാരാജാവ് വീരേന്ദ്ര സിംഹൻ. നാട്ടുംപുറത്തെ ഒരു കവലയിലെത്തിയ രാജവിളംബരക്കാർ പെരുമ്പറ കൊട്ടി രാജകൽപ്പന അറിയിച്ചു. വർഷം തോറും നടത്തിവരുന്ന നൃത്തോത്സവം ഈ വർഷവും നടത്തുകയാണെന്നും മാലോകർ എല്ലാവരും പങ്കെടുക്കണമെന്നതുമായിരുന്നു വിളംബര സന്ദേശം. കേൾവിക്കാരായ പ്രദേശവാസികളിൽ സമ്മിശ്ര വികാരം ജനിപ്പിച്ചുകൊണ്ട് വിളംബരക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. കൊട്ടാരത്തിലെ ദാസി അംബികയുടെ മകൾ വീരസേന ഇത്തവണ നൃത്തത്തിൽ മത്സരിക്കുന്നുണ്ടെന്നതായിരുന്നു അവിടെ നിന്നവരുടെ സംസാര വിഷയം.
മഹാരാജാവിൻ്റെ പ്രിയപത്നിയാണ് സുഭദ്ര തമ്പുരാട്ടി. അവരുടെ ഉറ്റ തോഴിയായ അംബികയ്ക്ക് രാജാവിൽ നിന്നുണ്ടായ രഹസ്യപുത്രിയാണ് വീരസേന. വീരസേനയെ ഗർഭം ധരിച്ചതോടെ അംബികയ്ക്ക് കൊട്ടാരം വിട്ട് ഒളിവിൽ പാർക്കേണ്ടി വന്നു. അതിൻ്റെ കാരണക്കാർ സേനാപതി സുന്ദരവർമ്മനായിരുന്നു. അങ്ങനെ ജനിച്ച വീരസേനയെ പലരും ജാരസന്തതി എന്ന് വിളിച്ചു. അതിൻ്റെ അവഹേളനം പലപ്പോഴും അവൾ കേട്ടുകൊണ്ടാണ് രഹസ്യമായി വളർന്നത്. ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ കൃതവർമ്മൻ്റെ പുത്രൻ ബലരാമൻ വീരസേനയെ പ്രണയിക്കുന്നു. ബലരാമൻ്റെ അമ്മ ബാല്യത്തിലെ മരണപ്പെട്ടുപോയി. കൃതവർമ്മൻ അച്ഛൻ്റെ സ്ഥാനത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജാവിൽ നിന്നും ഗർഭം ധരിച്ചുണ്ടായതാണ് ബലരാമൻ. വീരസേന ബലരാമൻ്റെ സഹോദരിയാണെന്ന് അംബികയ്ക്ക് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ദാസിമാർ പരപുരുഷന്മാരെ പ്രാപിക്കുന്നതിനാൽ കുട്ടികൾ ആരുടേതായിരിക്കുമെന്ന് നിശ്ചയമില്ല. ഭയന്ന് ആരും പുറത്തു പറയാറുമില്ല. ഒരു ദാസിപ്പെണ്ണായ വീരസേനയോട് തൻ്റെ മകൻ്റെ അനുരാഗം കൃതവർമ്മനെ വല്ലാതെ അലട്ടിയിരുന്നു. പ്രിയ സഖിയായ ചിത്രാംഗനയ്ക്കൊപ്പം വീരസേന കൊട്ടാരത്തിൽ രഹസ്യമായി വരാറുണ്ടായിരുന്നു. നൃത്തമത്സരത്തിൽ വീരസേന പങ്കെടുക്കുന്നു എന്നറിഞ്ഞ് അവളുടെ അമ്മ അംബിക അങ്കലാപ്പിലായി. സുന്ദരവർമ്മൻ കാണാതെ അംബിക രഹസ്യമായി മഹാറാണിയെ കാണാറുണ്ട്. റാണിക്ക് വീരസേന മകൾക്ക് സമാനമാണ്. അംബികയുടെ അങ്കലാപ്പിന് മറ്റൊരു കാരണമാണ് ഉള്ളത്. സ്ത്രീകളിൽ അതീവ താല്പര്യമുള്ള മഹാരാജാവ് നൃത്തോത്സവം നടത്തുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. നൃത്തത്തിൽ ഒന്നാമതെത്തുന്ന നർത്തകി പിന്നീടുള്ള രാവുകളിൽ രാജാവിൻ്റെ രഹസ്യ അറയിലായിരിക്കും അന്തിയുറങ്ങുക. ധാരാളം സമ്പത്ത് അവർക്കായി രാജാവ് നൽകിയിരുന്നു. രാജാവിൻ്റെ ഇംഗിതത്തിനു വഴങ്ങിയാലും സമ്പന്നയായി മാറുമെന്നതിനാൽ വിദൂരദേശത്ത് നിന്നുപോലും നർത്തകിമാർ വന്നിരുന്നു. വീരസേന ജയിച്ചാൽ രാജാവിൻ്റെ രഹസ്യ അറയിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന ആധിയായിരുന്നു അംബികയ്ക്ക്. അതിനാലാണ് അവർ നൃത്ത മത്സരത്തിൽ നിന്ന് വീരസേനയെ തടയാൻ ശ്രമിച്ചത്. മഹാറാണിക്ക് രാജാവിൻ്റെ ഈ രീതി മനസ്സിലായിരുന്നില്ല. യൗവനത്തിലെ വീരസേന സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് രൂപമായിരുന്നു. ഒരിക്കൽ ഒരു ഉദ്യാനത്തിൽ വെച്ച് ബലരാമൻ തൻ്റെ പ്രണയപാരവശ്യം വീരസേനയെ അറിയിച്ചു. എന്നാൽ അവൾ ഒരു ഉത്തമ മറുപടി ബലരാമനു നൽകിയില്ല. ഉദ്യാനത്തിൽ വെച്ച് ബലരാമനുമായി വീരസേന നിൽക്കുന്നത് കണ്ടപ്പോൾ കൃതവർമ്മൻ വെപ്രാളപ്പെട്ടു. കൃതവർമ്മനെ കണ്ട വീരസേനയും സഖി ചിത്രാംഗനയും ഉദ്യാനത്തിൽ മറഞ്ഞപ്പോൾ ബലരാമൻ്റെ അടുത്തു വന്ന അദ്ദേഹം മകനെ ഉപദേശിച്ചു. വാദപ്രതിവാദം നടത്തിയെങ്കിലും മകൻ്റെ ഉള്ളിൽ വീരസേനയ്ക്കുള്ള സ്ഥാനം എന്താണെന്നറിഞ്ഞ കൃതവർമ്മനിൽ ആദിയായി. ദാസിപ്പെണ്ണുമായുള്ള ബന്ധം നടക്കാൻ പാടില്ലാത്തതും അന്തസ്സ് കെട്ടതുമാണെന്നും നീ അതിന് ശ്രമിച്ചാൽ ദുഃഖിക്കേണ്ടി വരുമെന്നും മകനോട് പറഞ്ഞിട്ട് അദ്ദേഹം സങ്കടത്തോടെ പോയി. മഹാരാജാവ് സഭ വിളിച്ചു ചേർത്ത് നൃത്തോത്സവത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ചർച്ചയ്ക്ക് ശേഷം സഭ പിരിഞ്ഞു. പ്രധാന മണ്ഡപത്തിൽ നൃത്തമത്സരം തുടങ്ങി. വീരസേനയുടെ രംഗപ്രവേശം അതിഗംഭീരമായിരുന്നു. ലീലാവതി, ചിത്രസേന എന്നിവർ വീരസേനയ്ക്കൊപ്പം ഒരേ വേദിയിൽ മത്സരബുദ്ധിയോടെ നൃത്തമാടി. ശ്രുതിമധുരമായ ഗാനത്തിലും നയനാനന്ദകരമായ നൃത്തച്ചുവടുകളിലും സദസ്യർ മതിമറന്നിരുന്നു. നൃത്തം പൂർത്തിയാക്കാനാവാതെ ലീലാവതിയും ചിത്രസേനയും കുഴഞ്ഞു വീണു. വീരസേന അതിഗംഭീരമായി തന്നെ ആടിത്തീർത്തു. നിറഞ്ഞ കരഘോഷം. വീരസേനയുടെ നൃത്തത്തിൽ മതിമറന്ന രാജാവ് അമിതാവേശത്തിൽ വേദിയിലെത്തി. വീരസേനയെ അനുമോദിച്ചു. കൊട്ടാരത്തിൻ്റെ പരിവട്ടത്തു കഴിഞ്ഞിരുന്ന വീരസേനയെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും വിദഗ്ധ പഠനത്തിനായി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തരാമെന്നും വേദിയിൽ വെച്ച് രാജാവ് പ്രഖ്യാപിച്ചു. ആസ്ഥാന നർത്തകി പട്ടം രാജാവ് സമ്മാനിച്ചു. ബലരാമൻ്റെ ആവേശമൊന്നും അപ്പോൾ വീരസേന ശ്രദ്ധിച്ചിരുന്നില്ല. രാജാവിൻ്റെ അമിതാവേശ പ്രകടനം
അംബികയിൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. അന്നു രാത്രി ഉദ്യാനത്തിലെ കൽമണ്ഡപത്തിൽ അസ്വസ്ഥനായിരിക്കുന്ന മഹാരാജാവിൻ്റെ അടുത്തേക്ക് സേനാപതി സുന്ദരവർമ്മൻ വന്നു. സൈന്യാധിപനാണ് സുന്ദരവർമ്മനെങ്കിലും രാജാവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയായിരുന്നു. പാലൊളി തൂകിയ രാവിൽ കുളിർമയുള്ള അന്തരീക്ഷത്തിൽ പോലും രാജാവിന് ഉഷ്ണമാണ് അപ്പോൾ അനുഭവപ്പെട്ടത്. സുന്ദരവർമ്മൻ രാജാവിൻ്റെ മനസ്സിരിപ്പ് വായിച്ചു പറഞ്ഞു. വീരസേനയുടെ അങ്കലാവണ്യം മഹാരാജാവിനെ കാമാസക്തനാക്കിയിരിക്കുന്നു. സുന്ദരവർമ്മൻ മറ്റൊരു വഴിക്കു ചിന്തിച്ചു. പണ്ട് തൻ്റെ ആഗ്രഹത്തിനു വഴങ്ങാതിരുന്ന വീരസേനയുടെ അമ്മയായ അംബിക രാജാവുമായി രഹസ്യബന്ധം നടത്തിയ നാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന പ്രതികാരം തീർക്കാനുള്ള അവസരമായി ഇതിനെ കണ്ടു. രാജാവ് സുന്ദരവർമ്മനോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. രാജ്ഞിയുടെ മാനസപുത്രിയാണ് എന്നറിഞ്ഞതാണ് മഹാരാജാവിനെ അലട്ടുന്നത്. സുന്ദരവർമ്മൻ പല ഉപായങ്ങളും രാജാവിന് ഉപദേശിച്ചു. ദാസിമാർക്ക് സമ്പത്ത് പ്രിയമാണെന്നും അത് വേണ്ടുവോളം നൽകിയാൽ ഏത് ദാസിയും വരുതിയിലാവുമെന്നും സുന്ദരവർമ്മൻ പറഞ്ഞു. മാത്രമല്ല, കൊട്ടാരത്തിൽ നിന്നും വീരസേനയെ മാറ്റിപ്പാർപ്പിച്ചാൽ രാജ്ഞിയുടെ കണ്ണിൽ നിന്നും അകറ്റാമെന്നും ഉപദേശിച്ചു. നൃത്തോത്സവ വേദിയിൽ വെച്ച് വീരസേനയ്ക്ക് കൂടുതൽ നൃത്തം അഭ്യസിക്കാൻ അവസരം കൊടുക്കുമെന്ന് രാജാവ് പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ വാക്കു പാലിക്കാൻ സുന്ദരവർമ്മൻ രാജാവിനോട് പറഞ്ഞു. അങ്ങനെ സുന്ദരവർമ്മൻ്റെ നിർദ്ദേശമനുസരിച്ച് രാജാവ് സൗപർണിക എന്ന മണിമാളിക വീരസേനയ്ക്ക് ഇഷ്ടദാനമായി നൽകി. തന്നെ പുച്ഛിച്ചു തള്ളിയ അംബികയെ നിന്റെ മകളെ ഞാൻ ആയുധമാക്കുമെന്നായിരുന്നു സുന്ദരവർമ്മൻ മനസ്സിൽ കുറിച്ചിട്ടത്. വീരസേനയും സഖിമാരും അങ്ങനെ ആനന്ദിച്ചു നടക്കുന്നത് രാജാവ് രഹസ്യമായി പലയിടത്തു നിന്നും ശ്രദ്ധിക്കാൻ തുടങ്ങി. രാജകൊട്ടാരം വിട്ട് തോഴിമാരുമായി വീരസേന സൗപർണിക എന്ന മണിമാളികയിലേക്ക് താമസം മാറ്റി. അംബിക കണ്ണീരോടെ മകളെ യാത്രയാക്കി. കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന അവളുടെ ചിറ്റമ്മ രാധയും വീരസേനയ്ക്കൊപ്പം സൗപർണികയിലേക്ക് പോയി. സൗഭാഗ്യങ്ങളുടെ മാസ്മരികത വീരസേനയെ മത്തുപിടിപ്പിച്ചിരുന്നു. ദാസീപുത്രി, ജാരസന്തതി എന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ അവളെ അത്രമാത്രം ഒളിഞ്ഞും തെളിഞ്ഞും വീരസേന കേട്ടിരുന്നു. ഒരു മോചനവും അവളുടെ യൗവന മനസ്സ് ആഗ്രഹിച്ചിരുന്നു. അതിനാൽ സൗപർണികയിലേക്കുള്ള കൂടുമാറ്റം അവളെ സന്തോഷിപ്പിച്ചിരുന്നു. ബലരാമൻ്റെ പ്രണയത്തെ അവൾ കണ്ടില്ലെന്ന് നടിച്ചു. 4 ആൾ കൂടുന്നിടത്തെല്ലാം സംഭാഷണം രാജാവിനെയും വീരസേനയെയും ചേർത്തായിരുന്നു. സ്ത്രീകളോടുള്ള രാജാവിൻ്റെ താൽപ്പര്യം നാട്ടുകാർക്കറിയാവുന്നതാണ്. ദാസിയുടെ മകളല്ലേ, അതിനപ്പുറം അവൾ സ്വന്തമാക്കുമെന്നായിരുന്നു പലരുടെയും അഭിപ്രായം. തന്നോടൊരു വാക്കുപോലും പറയാതെ കൊട്ടാരം വിട്ട വീരസേനയെ കാണാൻ ബലരാമൻ സൗപർണികയിലേക്ക് വരുന്നത് മട്ടുപ്പാവിലിരുന്നു കൊണ്ട് വീരസേനയും തോഴിയും കണ്ടു. ബലരാമനുള്ള മറുപടി താൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വീരസേന താഴേക്ക് പോയി. ഇരുവരും സംഭാഷണത്തിലേർപ്പെട്ടു. വീരസേനയുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിഞ്ഞ ബലരാമൻ നിരാശയോടെ സൗപർണികയിൽ നിന്നും ഇറങ്ങി. പക്ഷേ ബലരാമൻ നടന്നു പോകുമ്പോൾ വീരസേനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കൂട്ടുകാരികളുടെ അടുത്തെത്തിയ വീരസേനയോട് ചിത്രാംഗന നീരസം പ്രകടിപ്പിച്ചു. ഇത്രയേറെ പ്രണയിക്കുന്ന അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ മാംസനിബദ്ധമായ ഒരു അനുരാഗമല്ല തനിക്ക് അദ്ദേഹത്തോടുള്ളതെന്ന് വീരസേന പറഞ്ഞു. തൻ്റെ അന്തരംഗം അതിന് അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞു. പിരിതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്ന ഒരു അഹങ്കാരിയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവട്ടെ, നമ്മെ ജയിക്കാൻ അത് അദ്ദേഹത്തെ സഹായിക്കുമെന്നാണ് അവൾ ചിത്രാംഗനയോട് പറഞ്ഞത്. മകൾ താമസം മാറിപ്പോയതോർത്ത് അംബിക വിഷമിച്ചു. അവർ മഹാറാണിയെ രഹസ്യമായി ചെന്ന് കണ്ടു. മഹാറാണി അംബികയെ സമാധാനിപ്പിച്ചു. സൗഭാഗ്യങ്ങളുടെ നടുവിൽ അവൾ കഴിയട്ടെ എന്ന് രാജ്ഞി പറഞ്ഞു. സേനാപതി സുന്ദരവർമ്മൻ്റെ കുടിലബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അംബിക പറഞ്ഞപ്പോൾ
രാജ്ഞിയുടെ അധികാരം ഉപയോഗിച്ച് ആരു തെറ്റ് ചെയ്താലും രക്ഷിക്കുമെന്നും അംബികയോട് മഹാറാണി പറഞ്ഞു. സന്ധ്യാനേരത്ത് സൗപർണികയുടെ മട്ടുപ്പാവിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വീരസേനയോട് എന്തുകൊണ്ടാണ് മഹാരാജൻ ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നതെന്ന് ചിത്രാംഗന ചോദിച്ചു. ഉത്തരം കിട്ടാതെ നിന്ന വീരസേനയോട് ചിത്രാംഗന അവളുടെ സന്ദേഹം അറിയിച്ചു. രാജാവിൻ്റെ സ്ത്രീ വിഷയത്തിൽ താൻ നേരിയ തോതിൽ അറിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം സൗഭാഗ്യം വെച്ചു നീട്ടിയതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പറഞ്ഞപ്പോൾ ദൂരെ നിന്നും വരുന്ന രാജരഥം അവരുടെ കണ്ണിൽപ്പെട്ടു. സൗപർണികയുടെ കവാടം താണ്ടി രഥം വന്നു നിന്നു. അമ്പരപ്പും ആധിയോടും കൂടി വീരസേന താഴേക്കിറങ്ങിപ്പോയി. രഥത്തിൽ നിന്നും മഹാരാജാവും സുന്ദരവർമ്മനും ഇറങ്ങി. രാജാവിൻ്റെ കണ്ണുകളിൽ കാമപരവേശം നിഴലിച്ചു നിന്നു. ക്ഷേമാന്വേഷണങ്ങൾക്കൊടുവിൽ രാജാവ് വീരസേനയുടെ ചുമലിൽ പിടിച്ച് ചേർത്തു നിർത്തി. താൻ മനസ്സിലാക്കിയത് സംഭവിക്കാൻ പോകുന്നുവെന്നറിഞ്ഞ ചിത്രാംഗന അവിടം വിട്ടുപോയി. എന്നാൽ രാജാവിൻ്റെ താൽപ്പര്യം ഉടനെ നടത്തിക്കൊടുക്കാൻ വീരസേന തയ്യാറായിരുന്നില്ല. കൂടുതൽ ധനം ആവശ്യപ്പെട്ടും മദ്യത്തിൽ മയക്കിയും ഓരോ പ്രാവശ്യവും രാജാവിനെ പറഞ്ഞുവിട്ടു. ഒരു ഭ്രാന്തനെ പോലെ അലയുന്ന ബലരാമൻ നൊമ്പര കാഴ്ചയായി. ഓരോ വരവിലും രാജാവ് ധാരാളം സമ്പത്ത് വീരസേനയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. പണത്തിനോടുള്ള ആർത്തിയാണ് വീരസേനയുടെ കണ്ണുകളിൽ പിന്നീട് തെളിഞ്ഞു നിന്നത്. സമ്പത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വീരസേന എത്തി. ഒരു ദിവസം വീരസേനയ്ക്ക് രാജാവിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. മകനെക്കുറിച്ചോർത്ത് കൃതവർമ്മൻ സങ്കടപ്പെട്ടു. ക്ഷേത്രത്തിൽ നിന്ന് വരികയായിരുന്ന അംബികയെ കാത്ത് കൃതവർമ്മൻ ആൽത്തറയിൽ നിന്നു. തൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം വീരസേനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തെക്കുറിച്ചോർത്ത് അങ്ങ് സംസാരിക്കരുതെന്നും വീരസേന രാജാവിൻ്റെ മകളാണെന്നുമുള്ള സത്യവും അംബികയിൽ നിന്നും അറിഞ്ഞ അദ്ദേഹം വീർപ്പുമുട്ടി. ഒരു തരത്തിൽ വീരസേന ബലരാമൻ്റെ സഹോദരിയാണെന്നും അവർ കൃതവർമ്മനോട് പറഞ്ഞു. ഈ സത്യം വീരസേനയ്ക്ക് പോലും അറിയില്ലെന്നും ഇനി മറ്റാരും അറിയില്ലെന്നും അംബിക കൃതവർമ്മന് വാക്കുകൊടുത്തു. തീരാ ദുഃഖത്തോടെയാണ് കൃതവർമ്മൻ അവിടെ നിന്നും പോയത്. മകനെ ഉപദേശിച്ചു നേരെയാക്കാൻ കൃതവർമ്മൻ ശ്രമിച്ചുവെങ്കിലും പിതാവിൻ്റെ വാക്കുകളെ ചെവിക്കൊള്ളാൻ ബലരാമൻ തയ്യാറായില്ല. മകൻ്റെ വിഷമാവസ്ഥയിൽ മനം നൊന്ത് കഴിയവേ പാമ്പ് കടിയേറ്റ് കൃതവർമ്മൻ മരണമടഞ്ഞു. അങ്ങനെ ബലരാമൻ ഒറ്റപ്പെട്ടു. രാജാവ് അടിയന്തര യോഗം ചേർന്ന് കൃതവർമ്മൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ഭണ്ഡാരപ്പരയുടെ ചുമതല സേനാനായകൻ സുന്ദരവർമ്മനെ ഏൽപ്പിക്കുകയും ചെയ്തു. ബലരാമൻ്റെ ചികിത്സ കൊട്ടാരവൈദ്യനെ ഏൽപ്പിച്ചു. ബലരാമന് വീരസേനയോട് പ്രണയമുണ്ടായിരുന്നെന്നും അതിൻ്റെ നിരാശയിലാണ് അയാൾ മാനസികമായി തളർന്നതെന്നും രാജസഭ കൂടിയപ്പോൾ കുഞ്ഞുണ്ണിരാമൻ രാജാവിനോട് പറഞ്ഞു. ആ സത്യമറിഞ്ഞതോടെ രാജാവ് പശ്ചാത്താപ വിവശനായി. താൻ പ്രവർത്തിച്ചത് അവിവേകമായി പോയെന്നോർത്ത് സ്വയം ശപിച്ചു. പിന്നീട് രാജാവ് വീരസേനയുടെ അടുത്ത് പോയിട്ടില്ല. കൃതവർമ്മൻ്റെ മരണത്തിൽ അംബിക ദുഃഖിതയായി തീർന്നു. മഹാറാണി അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. വീരസേനയുടെ അച്ഛൻ കൃതവർമ്മനാണെന്നാണ് മഹാറാണി വിശ്വസിച്ചിരുന്നത്. എന്നാൽ രാജാവിൻ്റെ പുത്രിയാണ് വീരസേനയെന്ന് അംബിക മഹാറാണിയോട് തിരുത്തി പറഞ്ഞു. രാജാവിൻ്റെ പ്രവൃത്തിയിൽ റാണിക്ക് സംശയം ജനിച്ചു. എന്തുകൊണ്ടാണ് വീരസേനയെ കൊട്ടാരത്തിൽ നിന്നും മാറ്റിയതെന്നുള്ള സംശയം അവരിൽ ഉറച്ചു. ഉദ്യാന മണ്ഡപത്തിൽ സംസാരിച്ചു നിന്ന രാജാവിനെയും സേനാപതിയെയും കിളിവാതിലിലൂടെ മഹാറാണി കണ്ടു. കാതു കൂർപ്പിച്ച് അവരുടെ സംഭാഷണങ്ങൾ അവർ കേട്ടു. തെറ്റു മനസ്സിലായാൽ പിന്നത് ആവർത്തിക്കാൻ പാടില്ലെന്നതായിരുന്നു രാജാവിൻ്റെ നിലപാട്. രാജാവിനെ തിരുത്താൻ സേനാപതി മുതിർന്നില്ല. അയാളുടെ ഉള്ളിൽ ഗൂഢപദ്ധതികൾ നാമ്പിടുകയായിരുന്നു. ക്ഷേത്രത്തിലും തെരുവിലും പരിസര പ്രദേശങ്ങളിലുമായി ബലരാമൻ
വികൃതവേഷത്തിൽ അലഞ്ഞു നടന്നു. ശിവേലിക്കാവിലിരുന്ന് കഥ കേൾക്കുന്ന വിശ്വനാഥൻ്റെ മുഖത്ത് വിഷാദഭാവം. ബലരാമന് സംഭവിച്ചത് പ്രേമ ദുരന്തമാണെന്നും തൻ്റെ സഹോദരിയാണ് വീരസേനയെന്നറിഞ്ഞെങ്കിൽ കഥ മറ്റൊരു രീതിയിലാകുമെന്നും വിശ്വനാഥൻ അഭിപ്രായപ്പെട്ടു. വീരസേനയുടെ പിതാവാണ് മഹാരാജാവെന്ന് അദ്ദേഹം അറിഞ്ഞതോടെ മനസ്താപത്താൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു. അനന്തരാവകാശികൾ ഇല്ലാത്തതിനാൽ സുന്ദരവർമ്മൻ നാട് ഭരിച്ചു. ഖജനാവിൽ നിന്നും സമ്പത്ത് അയാൾക്ക് തോന്നിയ വഴിക്ക് ഒഴുക്കി. രാജാവിന് പകരം സുന്ദരവർമ്മൻ വീരസേനയുടെ അടുത്തെത്തി. എന്നാൽ അയാളെ സ്വീകരിക്കാൻ വീരസേന തയ്യാറായിരുന്നില്ല. ക്ഷുഭിതനായ അയാൾ കൊട്ടാരത്തിൽ നിന്നും വീരസേനയ്ക്ക് ഏർപ്പാടാക്കിയിരുന്ന എല്ലാ സഹായങ്ങളും നിർത്തലാക്കി. ഗത്യന്തരമില്ലാതെ സുന്ദരവർമ്മൻ കാൽക്കീഴിൽ കൊണ്ടുവച്ച സ്വർണ്ണ കൂമ്പാരത്തിനു മുന്നിൽ വീരസേന വീണു. പിന്നീട് തൻ്റെ മുന്നിൽ ധനവുമായി എത്തുന്നവരെ വീരസേന അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. സമ്പത്ത് വന്നു തുടങ്ങിയതോടെ വീരസേന പഴയ പടിയിലായി. എന്നാൽ അവളുടെ പ്രശസ്തി പാരമ്യത്തിലെത്തിയത് മഞ്ജിക എന്ന സ്ത്രീയുടെ വരവോടെയാണ്. സുരേന്ദ്രൻ കഥയുടെ അടുത്ത ഭാഗത്തേക്ക് കടന്നു. സൗവർണികയിലേക്ക് തേജസ്വിയും കൗശലം തുളുമ്പുന്ന കണ്ണുകളുമുള്ള ഒരു സന്യാസിനി വന്നു. തൻ്റെ പേര് മഞ്ജികയാണെന്നും ലക്ഷണമൊത്ത ഗണികകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് തൻ്റെ ജോലിയെന്നും തൻ്റെ സേവനം നിനക്ക് ആവശ്യമാണെന്നും അവർ വീരസേനയോട് പറഞ്ഞു. അവർ സൗവർണികയിൽ താമസിച്ചു. ഗണിക വൃത്തിയിലൂടെ ഒരുവൾ ധനമാർജിക്കാൻ തുടങ്ങിയാൽ അറിഞ്ഞിരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് വീരസേനയ്ക്ക് ഉപദേശിച്ചു. സുരതശാസ്ത്രം മുഴുവനായും അവൾക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനെ ഞാനെന്ന ഭാവം ഉൾക്കൊണ്ട് നടക്കുന്ന വീരസേനയുടെ ദിനചര്യകൾ വളരെ ആഡംബരത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. നൃത്തമണ്ഡപത്തിലെ ലാസ്യസന്ധ്യകൾ, അതീവ സുരക്ഷയൊരുക്കി നിൽക്കുന്ന അംഗരക്ഷകർ, വീരസേനയുടെ ഒരു വിളിക്കായി പണമടങ്ങുന്ന ഭണ്ഡാരക്കെട്ടുകളുമായി കാത്തുകിടക്കുന്നവർ, രഥത്തിൽ പ്രൗഢിയോടെ കാഴ്ച കാണാനിറങ്ങുന്ന വീരസേന, ദർബാർ ഹാളിലെ ലാസ്യ നൃത്തങ്ങൾ, ഇവയൊക്കെ സൗവർണികയിലെ നിത്യകാഴ്ചകളായി മാറി. വീരസേനയെ തേടി വന്ന നീലകണ്ഠൻ നമ്പൂതിരി ഒരിക്കൽ കൊണ്ടുവന്നത് 100 സ്വർണ്ണ നാണയമായിരുന്നു. എന്നാൽ തൻ്റെ ശരീരത്തെ തൊടാൻ പോലും ഇതും ആവില്ലെന്ന് വീരസേന പറഞ്ഞപ്പോൾ തനിക്കുള്ളതെല്ലാം തരാമെന്ന് അയാൾ പറഞ്ഞു. വേണമെങ്കിൽ വേളിയെപ്പോലും ഉപേക്ഷിക്കാമെന്നും പറഞ്ഞപ്പോൾ കോപിഷ്ഠയായ വീരസേന അയാളെ ഇറക്കിവിട്ടു. തൻ്റെ തൊഴിൽ വേശ്യാവൃത്തിയാണെങ്കിലും അതിൽ താൻ സത്യസന്ധത പുലർത്തുന്നുണ്ടെന്നും ഒരു കള്ളന് ഇവിടെ സ്ഥാനമില്ലെന്നും പറഞ്ഞു. താൻ ഒരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞപ്പോൾ വ്യഭിചാരമാണോ ബ്രാഹ്മണൻ്റെ തൊഴിൽ എന്ന് ചോദിച്ചാണ് അയാളെ പുറത്താക്കിയത്. വീണ്ടും ശിവേലിക്കാവിലെ ആൽത്തറയിലേക്ക് എത്തുമ്പോൾ കഥ കേൾക്കുമ്പോഴുണ്ടാകുന്ന ആശങ്കയിലായിരുന്നു വിശ്വനാഥൻ. വീരേന്ദ്ര മഹാരാജാവ് നാടു നീങ്ങിയ ശേഷം സുന്ദരവർമ്മൻ്റെ ദുർഭരണം നിർത്തലാക്കാൻ രാജ്ഞിയുടെ ബന്ധുജനങ്ങൾ ഒത്തുകൂടുകയും അവർ നടത്തിയ കടന്നാക്രമണത്തിൽ സുന്ദരവർമ്മനെ നാടുകടത്തുകയും ചെയ്തു. മഹാരാജാവ് സൗവർണിക വീരസേനയ്ക്ക് തീരെഴുതി കൊടുത്തതിനാൽ അത് പിടിച്ചെടുക്കാൻ പുതിയ രാജാവ് മുതിർന്നില്ല. വീരസേനയിൽ എന്തു മാറ്റമാണ് പിന്നീടുണ്ടായതെന്ന് വിശ്വനാഥൻ സുന്ദരവർമ്മനോട് ചോദിച്ചു. അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിലായിരുന്ന വീരസേന അപ്പോൾ മനസ്സിൽ എവിടെയെങ്കിലും ഒരല്പം നന്മയുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ ഒരു അദൃശ്യ ശക്തി അവതരിക്കും എന്ന് പറയും പോലെയാണ് പിന്നീട് അവളുടെ ജീവിതത്തിൽ നടന്നത്. വിശ്വനാഥൻ അത് കേൾക്കാൻ കാതോർത്തിരുന്നു. എല്ലാം തികഞ്ഞ ഹുങ്കോടെ കഴിഞ്ഞിരുന്ന വീരസേന ഒരു ഇടവമാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു സന്ധ്യാനേരത്ത് ഗോപുര കവാടത്തിനു മുന്നിൽ കുഴഞ്ഞു വീണ ഒരു യുവാവിനെ സൗവർണികയുടെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അവൾ കണ്ടു. അവരുടെ ആജ്ഞപ്രകാരം കിങ്കരന്മാർ ആ യുവാവിനെ വീരസേനയുടെ അടുക്കലെത്തിച്ചു. അബോധാവസ്ഥയിലായിരുന്ന യുവാവിനെ അവൾ തൻ്റെ അറയിൽ കിടത്തി പരിചരിച്ചു. മണ്ണും അഴുക്കും ശരീരത്തു പുരളും താൻ പരിചരിക്കാമെന്ന് ചിത്രാംഗന പറഞ്ഞപ്പോൾ ഇതിലും വലിയ അഴുക്കിലല്ലേ താൻ കിടക്കുന്നത്,
അതിനാൽ നമ്മുടെ തോഴി പരിചയമില്ലാത്ത പ്രവൃത്തി ചെയ്യേണ്ടെന്നും പറഞ്ഞ് ചിത്രാംഗനയെ വിലക്കി. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷൻ, അറിഞ്ഞിട്ടില്ലാത്ത സൗകുമാര്യം, ദർശിച്ചിട്ടില്ലാത്ത തേജസ്. വീരസേന അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആലസ്യം വിട്ടകന്ന യുവാവ് അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തൻ്റെ പേര് നാഗദത്തനാണെന്നും എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും വെളിപ്പെടുത്തി. ഈ കഥയുടെ 2ാം ഭാഗം ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്.